പാലക്കാടാണ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എത്രത്തോളം കനത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു 50ഓളം വരുന്ന പ്രവർത്തകരാണ് എത്രയും പെട്ടെന്ന് തന്നെ പന്തം കൊളുത്തി പ്രകടനവുമായി രംഗത്തെത്തിയത്. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വനിതാ പ്രവർത്തക മതിൽ ചാടിക്കടക്കാൻ ഒരു ശ്രമം നടത്തിയത് ഇപ്പോൾ വീണ്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സംഘർഷത്തിലേക്ക് പോലീസ് പ്രതിരോധിക്കുകയാണ്. ബാരിക്കേഡ് പോലീസ് വെച്ചിരുന്നില്ല. തൊട്ടപ്പുറത്ത് തന്നെയാണ് കോൺഗ്രസിന്റെ ഓഫീസ് ഉള്ളത്. പോലീസുമായി വീണ്ടും പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം. എന്തായാലും കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ഒരു 50 മീറ്റർ അപ്പുറത്താണ് കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ഉള്ളത്. ആ മേഖലയിലേക്കാണ് പോലീസിന്റെ ഒരു സാന്നിധ്യം. ഏതാണ്ട് ഒരു 20ഓളം വരുന്ന പോലീസുകാർ മാത്രമാണ് ഈ മേഖലയിലുള്ളത്. പ്രവർത്തകർ ഇപ്പോൾ പോലീസുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് പ്രതിരോധിക്കാൻ എത്തിയിട്ടുള്ളത്. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ തന്നെയുണ്ട്. ഇതിനിടെ ഒരു വനിതാ പ്രവർത്തക അതിന് മുകളിലേക്ക് ചാടിക്കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ അത് അവർ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ CI അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും പോലീസ് വളരെ ശ്രമകരമായി തന്നെയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് പ്രതിരോധിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഉന്തും തള്ളും ബഹളവും തുടരുകയാണ്. പോലീസ് ഒരു ഘട്ടത്തിൽ പോലും സംയമനം കൈവിടാതെ ലാത്തി വീശാതെ നിൽക്കുന്നുണ്ട്. പ്രവർത്തകർ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങാനടക്കം ശ്രമിക്കുന്നുണ്ട്. ഈ മരണത്തിന് ഉത്തരവാദി മന്ത്രി K കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ KSEBയും ആണ്. അതാ പെൺകുട്ടി മുകളിലേക്ക് കയറുന്ന സാഹചര്യം. ആ പെൺകുട്ടി മുകളിലേക്ക് ചാടി കയറുന്ന ഒരു സാഹചര്യമാണ് ഒരു ഘട്ടത്തിലുള്ളത്. കാലിൽ പെൺകുട്ടി ഒരു വനിതാ പ്രവർത്തക അങ്ങോട്ട് ചാടിക്കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മതിലിലേക്ക് പോലീസ് സ്റ്റേഷനകത്തേക്ക് ആ പെൺകുട്ടി ചാടിക്കയറിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനകത്തേക്ക് ആ പെൺകുട്ടി ചാടിക്കയറിയിരിക്കുന്നു. വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനകത്തേക്ക് ചാടിക്കയറി. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനകത്തേക്ക് പോകാൻ നോക്കുന്നത്. ഇതാ പോലീസ് പ്രതിരോധിക്കുന്നുണ്ട്. പരമാവധി പോലീസ് പ്രതിരോധിക്കുന്നുണ്ട്. ഒരു വനിതാ പ്രവർത്തകയാണ്. ആ കുട്ടി 10ാം ക്ലാസ്സിൽ മാത്രമാണ് പഠിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കുട്ടി ജുവനൈലാണ്. സ്വാഭാവികമായി ആ പെൺകുട്ടിയെ അകത്തേക്ക് പോലീസ് കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസുമായി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പെൺകുട്ടി അകത്തേക്ക് വനിതാ പ്രവർത്തക തിരിച്ച് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന നീക്കത്തിൽ ഉറച്ച് പോലീസ് നിൽക്കുന്നുണ്ട്. അതാ വനിതാ പ്രവർത്തകർ ആ വനിതാ പോലീസിനെ അടക്കം തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസ് അവരെ പരമാവധി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോഡാണ്. ആശുപത്രി അടക്കമുള്ള മേഖലയുടെ പ്രധാനപ്പെട്ട റോഡാണ്. എന്തായാലും ചിറ്റൂർ പോലീസ് സ്റ്റേഷനകത്തേക്കാണ് ആ പെൺകുട്ടി KSUവിന്റെ പ്രവർത്തക ചാടിക്കയറിയിരിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവർ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയാണ്. അവരും ചാടിക്കയറുന്ന ഒരു സാഹചര്യം. മന്ത്രിയുടെ ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരിക്കുന്നു. അതിനിടെയാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനിടെ ഒരു KSU പ്രവർത്തക അകത്തേക്ക് ചാടിക്കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ പെൺകുട്ടിയെ മോചിപ്പിച്ചാണ് ഇപ്പോൾ വീണ്ടും പോലീസുമായി വീണ്ടും തുടരെ സംഘർഷം ഉണ്ടാകുന്നു. ചിറ്റൂർ CI ആണ് അത്. എന്തായാലും പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമെന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ആളുകളെ പൂർണ്ണമായും മാറ്റാൻ പോലീസിന് ഇതിനകം തന്നെ സാധിച്ചു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. ആ പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പെൺകുട്ടിയെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വനിതാ പ്രവർത്തകർ മറ്റാരുമില്ലേ ഈ സമരത്തിൽ? എങ്ങനെയാണ് ഈ സമരത്തെ ഇപ്പോൾ പോലീസ് ചെറുക്കാൻ ശ്രമിക്കുന്നത്? പ്രവിധ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇവിടുത്തെ നേതാക്കളാണ് ഉള്ളത്. മാത്രമല്ല ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും
DCC വൈസ് പ്രസിഡന്റുമായ സുമേഷ് അച്യുതൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു പന്തംകൊളുത്തി പ്രകടനം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുവെന്ന് മാത്രമാണ് നമ്മളെയും അറിയിച്ചിരുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കാര്യമായ രീതിയിൽ സംഘടിച്ചെത്തി ഇതിനകത്തേക്ക് ചാടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിന് 100 മീറ്റർ അപ്പുറത്ത് മാത്രമാണ്, 150 മീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഇത്തരത്തിൽ ഓഫീസ്, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം. തേവലക്കരയിലെ സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതും. ആ പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവർ കണ്ണാടി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുട്ടിയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടിക്കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.